എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരാളുടെ ഫോൺ മുഴുവനായും ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിമ്പൽ ഓൺ ചെയ്യുക. ആദ്യമായി കാണിക്കുവാൻ പോകുന്ന വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. നമ്മൾ ആരുടെ ഫോണിലെ വിവരങ്ങളാണോ ചോർത്തുവാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവരെ അറിയാതെ ഒരു ആപ്ലിക്കേഷൻ അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടാവും, ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലേ എന്നത്. എന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനിൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ആപ്ലിക്കേഷന്റെ പേര് ട്രൂത്ത് സ്പൈ എന്നാണ്. മറ്റുള്ളവരുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണെങ്കിൽ തന്നെയും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ആയിരിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭിക്കത്തില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും, ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ എഗ്രി എന്ന് കൊടുക്കാം. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മെയിൽ ID കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കാം. തൊട്ട് താഴെ ആ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തായി ആക്ടിവേറ്റ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ കാണുന്ന കോൺഫിഗറേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം, ഹൈഡ് ഐക്കൺ ദി ട്രൂത്ത് സ്പൈ എന്നും അൺഇൻസ്റ്റാൾ പാക്കേജ് എന്നും കാണുവാൻ സാധിക്കും. അൺഇൻസ്റ്റാൾ പാക്കേജ് എന്നതിലൂടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ പാക്കേജ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് മുകളിലുള്ള ഹൈഡ് ഐക്കൺ ദി ട്രൂത്ത് സ്പൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാനും സാധിക്കും. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണുവാൻ സാധിക്കും, #2013 സ്റ്റാർ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത്. ഈ നമ്പർ ഓർത്ത് വെക്കുക, യെസ് എന്ന് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഹൈഡ് ആയിരിക്കുകയാണ്. നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. #2013 സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കോളിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ റീ ഓപ്പൺ ചെയ്യുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വേറെ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ വേറെ മൊബൈലിൽ നിന്നോ ഇവിടെ കാണുന്ന my.the.truthspy.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ കാണിക്കും. നിങ്ങൾ ആ ഫോണിൽ ഏത് യൂസർ നെയിം ആണ് അടിച്ചത് അതേ യൂസർ നെയിമും ആ ഫോണിൽ അടിച്ച അതേ പാസ്വേഡ് തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ ആദ്യത്തെ സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഗോൾഡ് എന്ന 3 ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന ഒരു ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പ്രീമിയവും അതുപോലെ തന്നെ ഗോൾഡ് എന്ന ഓപ്ഷനും നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. നമുക്ക് സ്റ്റാൻഡേർഡ് എന്നത് നോക്കാം. സ്റ്റാൻഡേർഡിൽ നമുക്ക് GPS ഹിസ്റ്ററി ലഭിക്കും. ആ ഫോൺ ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് GPS ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ആ ഫോൺ എവിടെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇതിലൊരു തെറ്റുമില്ല, കറക്റ്റ് ലൊക്കേഷൻ ആണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന SMS ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കിവിടെ ആ ഫോണിലുള്ള എല്ലാ SMS-ഉം ആ ഫോണിൽ വന്നിരിക്കുന്ന എല്ലാ SMS-ഉം കറക്റ്റ് ആയിട്ട് ടൈം അടക്കം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഏതാണെന്നും കാണുവാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 മെസ്സേജ് ആണ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള 100 മെസ്സേജുകളാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി
എന്ന ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ ഫോണിലേക്ക് ആരെല്ലാം വിളിച്ചു എന്നും ആ നമ്പറും കാര്യങ്ങളെല്ലാം സമയമടക്കം എത്ര മിനിറ്റ് സംസാരിച്ചു എന്നും ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടെ കണ്ടതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോൺ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് കാണിച്ചു തന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.